ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി ടെക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് +2 മാത്തമാറ്റിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ മാട്രിക്സിനെ കുറിച്ചാണ്. മാട്രിക്സിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഈ രണ്ടാമത്തെ പാർട്ട് വീഡിയോ കാണാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണാൻ വേണ്ടി എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പറേഷൻ ഓൺ എ മാട്രിക്സിനെ കുറിച്ചാണ്. മാട്രിക്സിന്റെ രണ്ടാമത്തെ പാർട്ടായ ഓപ്പറേഷൻ ഓൺ എ മാട്രിക്സിനെ കുറിച്ചാണ്. ഓപ്പറേഷൻ ഓൺ മാട്രിക്സ്. ഓപ്പറേഷൻ ഓൺ മാട്രിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അഡീഷന്, സബ്സ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെയാണ് നമ്മൾ ഓപ്പറേഷൻ ഓഫ് മാട്രിക്സിൽ പഠിക്കുന്നത്. ആദ്യത്തെ നമ്മൾ പഠിക്കുന്നത് അഡീഷൻ ഓഫ് എ മാട്രിക്സ്. മാട്രിക്സിനെ അഡീഷൻ ചെയ്യുക. അഡീഷൻ ഓഫ് എ മാട്രിക്സ്. അഡീഷൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഒരു മാട്രിക്സ് നോക്കൂ. നമുക്ക് ഒരു 2x2 ഓർഡറുള്ള ഒരു മാട്രിക്സ് 2x2 ഓർഡറുള്ള ഒരു മാട്രിക്സ് നോക്കൂ. A11, A12, A21, A22. 2x2 മാട്രിക്സിലുള്ള 2x2 ഓർഡറുള്ള ഒരു മാട്രിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ അഡീഷൻ നമുക്ക് ഇത് രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യാനാണ്. അപ്പോൾ ഇതൊരു എന്ന് കൺസിഡർ ചെയ്താൽ രണ്ടാമത്തത് ബിൻ്റെ എങ്ങനെ നമ്മൾ എഴുതുക? B11, B12, B21, B21 എന്ന് രണ്ട് മെട്രിക്സുകളാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ അഡീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുക. ഇത് ഏത് ടേമാണ്? AIJth ടേം. ഇതോ BIJth ടേമാണ്. ഇത് AIJth ടേം, ഇത് BIJth ടേം. അപ്പോൾ A+B നമ്മളോട് എന്താ മാട്രിക്സ് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. A+B എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമ്മൾ AIJ AIJ 2x2 പ്ലസ് BIJ 2x2 ഈക്വൽ ടു CIJ 2x2. ഇങ്ങനെയുള്ള ഒരു മെട്രിക്സ് ഒക്കെ, അതായത് ഒരേ ഓർഡറുള്ള മെട്രിക്സ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അഡീഷനിൽ നോക്കാൻ പറ്റുള്ളൂ. അതായത് 2x2 ആണെങ്കിൽ 2x2, 3x3 ആണെങ്കിൽ 3x3. ഒരേ ഓർഡറുള്ള മെട്രിക്സ് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? അഡീഷനിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതായത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് AIJ എന്ന് പറഞ്ഞാൽ ഇതിൽ AIJ, ഇതിൽ BIJ ഉണ്ടാവും. BIJയും കൂടി ആഡ് ചെയ്യുമ്പോൾ CIJ. അതായത് ഈ എലമെൻറ്റും ഇവിടുത്തെ ഈ എലമെൻറ്റും ആഡ് ചെയ്യുമ്പോൾ ആൻസറിലുള്ള ഫസ്റ്റത്തെ എലമെൻറ്റ് കിട്ടും. ഈ എലമെൻറ്റും ആഡ് ചെയ്യുമ്പോൾ ആൻസറിൽ രണ്ടാമത്തെ എലമെൻറ്റ് കിട്ടും. അതായത് രണ്ട് മെട്രിക്സിൻ്റെയും കറസ്പോണ്ടിങ് ആയ എലമെൻറ്റ്സ് മാത്രം എന്ത് ചെയ്യുക? ആഡ് ചെയ്യുകയാണ് ഇത് അഡീഷൻ ഓഫ് മാട്രിക്സ്. ഇനി ഇതിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അഡീഷനിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ, ഒരു എലമെന്റ് തയ്യേ 1 -5 8 6 ഒരു മെട്രിക്സ് എ മെട്രിക്സ് 1 -5 8 6. അടുത്തതാണ് ബി എന്ന മെട്രിക്സ് -7 -5 and 4 എന്നുള്ളൊരു മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ അഡീഷന് A+B എങ്ങനെ എഴുതുക? രണ്ട് മെട്രിക്സ് എടുത്ത് എഴുതുക. 1 -5 8 6 പ്ലസ് ബി ഏതാ? -7 -5 4 ഈക്വൽ ടു ഇത് രണ്ട് ഈ കറസ്പോണ്ടിങ് ആയ എലമെൻറ്റ്സ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. അപ്പോൾ കറസ്പോണ്ടിങ് ആയ എലമെൻറ്റ്സ് ആഡ് ചെയ്യുക പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മെട്രിക്സിൻ്റെ ഇത് വരക്കുക. 1 + -7 1ഉം -7ഉം കൂടി കൂട്ടി എത്ര? -6. ഓക്കെ. -5 + -5 -10. പിന്നെ 8 + 4 12. 8 + 4 12. 6 + 4 10. ഇതാണ് അഡീഷൻ ഓഫ് മെട്രിക്സ്. ഇതാണ് അഡീഷൻ ഓഫ് മെട്രിക്സ്. എന്താണ്? ഇതാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്പറേഷനായ അഡീഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മെട്രിക്സിൻ്റെ ഒന്നാമത്തെ ഓപ്പറേഷൻ ആയിരുന്നു അഡീഷൻ. രണ്ടാമത്തെ ഓപ്പറേഷനാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മാട്രിക്സ് ബൈ സ്കാലാർ. അതായത് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് എങ്ങനെയാണ് മാട്രിക്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ്. മൾട്ടിപ്ലിക്കേഷൻ
by a multiplication of matrix by a scalar. ഒരു സ്കേലാർ കൊണ്ട് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്തത്. നമുക്ക് ജനറൽ ആയിക്കാണ്ട് ഒരു ടേം എടുക്കാം. അങ്ങനെ എടുക്കാം. ഒരു ലെറ്റ് എ ഒരു മാട്രിക്സ് ആണ്. അപ്പോൾ ഇത് AIJ M/N ഓർഡറിലാണ്. M/N ഓർഡറിലുള്ള ഒരു മാട്രിക്സിലെ ഒരു എലമെന്റ് ആണ് AIJ. അപ്പോൾ ഇതിന് ഒരു K എന്ന കോൺസ്റ്റന്റ്, K എന്നൊരു സ്കാലാർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഈ മാട്രിക്സിനെ K എന്ന സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ മാട്രിക്സ് എങ്ങനെയായി ചേഞ്ച് ചെയ്യുന്നു നോക്കാം. അതായത് ഈ മാട്രിക്സ് എങ്ങനെയാവും? S = KA ആവും. S = K × AIJ M/N. അതായത് ഈ മെട്രിക്സിൽ ഏത് ഓർഡറിലായുള്ള മെട്രിക്സ് ആയാലും ആ മെട്രിക്സിൽ എത്ര എലമെന്റ് ഉണ്ടോ ആ എലമെന്റിനെയൊക്കെ ആ K എന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. K എന്ന് എത്രയാണുള്ളോ അതിനൊക്കെ നമ്മൾ അതിനെ കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. അതായത് K ഏത് സംഖ്യയാണോ ആ സംഖ്യ കൊണ്ട് മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. S = 3 1 1/2. Okay, √5 7 -3. ഇവിടെ K എന്നത് equal to then 3 എത്രയാണ്? 3 എന്ന് പറയുമ്പോൾ 3 ആണ് ഇതിനെന്ത്? സ്കാലാർ മൾട്ടിപ്പിൾ. സ്കാലാറാണ് 3. അപ്പോൾ ഈ 3 കൊണ്ട് ഈ എന്ന മാട്രിക്സിലുള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 3 കൊണ്ട് ഈ 3 മൾട്ടിപ്ലൈ ചെയ്യണം, 1 മൾട്ടിപ്ലൈ ചെയ്യണം, 1/2 മൾട്ടിപ്ലൈ ചെയ്യണം, √5 മൾട്ടിപ്ലൈ ചെയ്യണം, 7 മൾട്ടിപ്ലൈ ചെയ്യണം, 9 3 -3 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 നമുക്ക് എങ്ങനെ കിട്ടുക? 3s = 3 × 3 × 3 9, 3 × 1 1, 3 × 1/2 3/2. ഓക്കെ, 3/2. പിന്നെ 3 × √5. അടുത്തത് എന്താ? 3 × 7 21, 3 × -3 -9. ഇതാണ് 3 പറഞ്ഞാൽ സ്കാലർ മൾട്ടിപ്ലൈ. പിന്നെയുള്ള അടുത്തൊരു ഈ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ്റെ കീഴിലുള്ള ഒന്ന് തന്നെയാണ് നെഗറ്റീവ് മാട്രിക്സ്. അതായത് നെഗറ്റീവ് മാട്രിക്സ്. ഒരു മാട്രിക്സിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഒരു മാട്രിക്സിനെ നെഗറ്റീവ് കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ വഴി നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. അപ്പോൾ S = ഒരു മാട്രിക്സ് ആണ് 3 1 -5x. ഈ മാട്രിക്സിനെ നമുക്ക് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -s = മൈനസ് ആണ് എന്ത്? സ്കാലാർ. അപ്പോൾ -a കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? -3 -1 മൈനസ് ഇൻറ്റു -5 എന്താവും? +5 ആവും. ഓക്കെ, -x. ഇതാണ് നെഗറ്റീവ് മാട്രിക്സ്. നമ്മൾ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ നെഗറ്റീവ് ഒരു സ്കാലാറായി കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മാട്രിക്സിലെ എല്ലാ എലമെന്റിനെയും മൈനസ് കൊണ്ട് എന്ത് ചെയ്തു? മൾട്ടിപ്പിൾ ചെയ്തു. അപ്പോൾ നമ്മൾ മാട്രിക്സിന് 2 ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് അഡീഷനും പിന്നെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, സ്കാലാർ കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമെന്ന് പഠിച്ചു. അടുത്തതാണ് ഡിഫറൻസ് ഓഫ് മാട്രിക്സ്. അടുത്ത ഓപ്പറേഷനാണ് ഡിഫറൻസ് ഓപ്പറേഷൻ. ആണ് അടുത്ത ഓപ്പറേഷൻ. നമുക്ക് നോക്കാം. അതായത് ഒരു മാട്രിക്സ് ഇതൊരു ടേമാണ് AIJ ഓർഡർ M/N. ഓക്കെ, അടുത്ത മാട്രിക്സ് ആണ് B. ഓക്കെ, B അതിലത്തെ ഒരു എലമെന്റ് ആണ് BIJ ഓർഡർ M/N ആണ്. അപ്പോൾ നമ്മോട് പറഞ്ഞു Aയിൽ നിന്ന് B എങ്ങനെ കുറക്കാണ്? നമുക്കിങ്ങനെ എഴുതാം AIJ M/N മൈനസ് BIJ M/N. ഓക്കെ, അതായത് നമ്മൾ അഡീഷൻ ചെയ്തതുപോലെ തന്നെ അഡീഷൻ എങ്ങനെയാണ് ചെയ്തത്? ഓരോ കറസ്പോണ്ടിങ് ആയ എലമെന്റ്സിനെ നമ്മൾ അഡീഷനിൽ ആഡ് ചെയ്ത പോലെ ഡിഫറൻസിൽ കറസ്പോണ്ടിങ് ആയ എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും.
ഏത് എലമെന്റ്, അപ്പോൾ ഈ എ ഐ ജെത്ത് എലമെന്റിൽ നിന്ന് ബിയിലെ ബി ഐ ജെ എലമെന്റ് എന്ത് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എ മൈനസ് ബി കിട്ടും. അങ്ങനെ ഓരോ മെട്രിക്സിലെ ഓരോ എലമെന്റ്സിനെയും കറസ്പോണ്ടിങ് ആയ, രണ്ട് മെട്രിക്സിൽ കറസ്പോണ്ടിങ് ആയ ഓരോ എലമെന്റ്സിനെയും നമ്മൾ കുറച്ചാൽ അതെന്ത് ചെയ്യും, എ മൈനസ് ബി ആവും. അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എ എന്നൊരു മെട്രിക്സ് ഏതൊക്കെയാ, 1 -5 8 6. അടുത്തത് ബി എന്നൊരു മെട്രിക്സ്. ബി എന്ന മെട്രിക്സ് ഏതാണ്, -7 -5 4 4. Then a minus b എങ്ങനെയായിരിക്കും, a minus b എങ്ങനെയായിരിക്കും, കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ത് ചെയ്യുക, കുറക്കുക. 1ൽ നിന്ന് -7 കുറക്കുക, 1ൽ നിന്ന് -7 കുറക്കുക. അപ്പോൾ ആൻസർ എന്താ വരിക, 1ൽ നിന്ന് -7 എങ്ങനെ വരും, 1 -7 ഇതെന്താ 8 ആവും. കാരണം ഈ 2 മൈനസും കൂടി എന്താവും, പ്ലസ് ആവും. അപ്പോൾ ഇവിടെ 8 കിട്ടും. അടുത്തതാണ് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ്. -5 -5 കുറച്ചാൽ -5 കുറച്ചാൽ 0. അതെങ്ങനെ, -5 ഓക്കെ, -5 + 5 ദാറ്റ്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അത് 0 ആയി. 8 - 4 കറസ്പോണ്ടിങ് ആയ എലമെന്റ്സ് ആണ്. 6 - 4 2. അപ്പോൾ a മൈനസ് ബി എങ്ങനെയാണെന്ന് മനസ്സിലായി. അതായത് അഡീഷൻ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അഡീഷനിൽ എങ്ങനെയാണ് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക, എന്നാൽ ഡിഫറൻസിൽ എങ്ങനെയാണ് കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ത് ചെയ്യുകയാണ്, കുറയ്ക്കുക തന്നെയാണ് ഡിഫറൻസിൽ ചെയ്യുന്നത്. അത് സിമ്പിളാണ്. അഡീഷനും ഡിഫറൻസും, ഒന്ന് അഡീഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് ചെയ്യും. ഡിഫറൻസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൈനസ് യൂസ് ചെയ്യും. അതുപോലെ അതാണ് ഡിഫറൻസ്. ഓപ്പറേഷൻ ഓൺ എ മാട്രിക്സിൻ്റെ മൂന്നാമത്തെ ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ ഓൺ മെട്രിക്സ് നമ്മൾ 3 പഠിച്ചു. അഡീഷനെ സ്കാലർ മൾട്ടിപ്പിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, പിന്നെ എന്ത് പഠിച്ചു, ഡിഫറൻസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡീഷൻ്റെയും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ്റെയും പ്രോപ്പർട്ടീസാണ്. അതിപ്പോൾ പഠിക്കുന്നത് മാട്രിക്സിൻ്റെ അഡീഷൻ്റെയും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ്റെയും പ്രോപ്പർട്ടീസാണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂട്ടേറ്റീവ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ. അതായത് മെട്രിക്സ് അഡീഷൻ ചെയ്യുമ്പോൾ സെയിം ഓർഡർ ആവണം. സെയിം ഓർഡറിലാവുമ്പോൾ അതിൻ്റെ സെയിം ഓർഡർ. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോ ആവുമ്പോൾ a + b = b + c. അതായത് എ എന്ന മെട്രിക്സ് ബിയോട് ആഡ് ചെയ്താലും ബി എന്ന മെട്രിക്സ് എയോട് ആഡ് ചെയ്താലും രണ്ടും എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ലോ ആയതുകൊണ്ട് ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തേതാണ് അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ ഇഫ് എ ബി ആൻഡ് സി ആർ മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ, എയും ബിയും സിയും സെയിം ഓർഡറിലാവുമ്പോൾ, എഫ് എ ബി and C same order, then അപ്പോൾ എന്താകും, a + b + c = a + b + c. അതായത് ആദ്യം a + b മാട്രിക്സ് ആഡ് ചെയ്ത് കാരണം സി എന്ന മാട്രിക്സ് അതിലേക്ക് ആഡ് ചെയ്താലും b + c ആദ്യം ആഡ് ചെയ്ത് എ ആയിട്ട് ആഡ് ചെയ്താലും എന്താണ്, സെയിം ആയിരിക്കും. അതായത് അസോസിയേറ്റീവ് ലോ ആയതുകൊണ്ട് a + b + c എന്ന മെട്രിക്സ് 3 മെട്രിക്സ് ആഡ് ചെയ്താലും അത് 2 ആദ്യം ആഡ് ചെയ്ത് പിന്നെ വേറൊന്ന് ആഡ് ചെയ്താലും അതെന്തായിരിക്കും, അതിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. അതാണ് എക്സ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. മൂന്നാമത്തെ എക്സ്റ്റൻസ് ഓഫ് additive identity. 0 is the identity matrix. അതായത് ഏതൊരു മാട്രിക്സിനെയും ഐഡന്റിറ്റി മാട്രിക്സ്, അതായത് ഏതൊരു മാട്രിക്സിനെയും ഐഡന്റിറ്റി മാട്രിക്സിനെ കൊണ്ട് ആഡ് ചെയ്താൽ ആ മാട്രിക്സ് തന്നെയാണ് കിട്ടുക. അതായത് നോക്കി, എ എന്ന മാട്രിക്സിനെ ഐഡന്റിറ്റി മാട്രിക്സിനെ കൊണ്ട്
ചെയ്താൽ എ തന്നെയാണ് കിട്ടുക. അതിന് ആദ്യം ഐഡന്റിറ്റി മാട്രിക്സിനോട് കൂടെ എ ആഡ് ചെയ്താലും എ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഐഡന്റിറ്റി മാട്രിക്സ് ആണ്. ഐഡന്റിറ്റി മാട്രിക്സിനോട് ഏത് മാട്രിക്സ് ആഡ് ചെയ്താലും ആ മാട്രിക്സ് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുക, ആൻസറായി കിട്ടുക. അടുത്തതാണ് നാലാമത്തതാണ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഫോർ എനി മാട്രിക്സ് there exists a minus a such that a minus a, അതായത് ഏതൊരു മെട്രിക്സിന് കൂടെയും അതിൻ്റെ ഇൻവേഴ്സ് ആഡ് ചെയ്താൽ ആൻസർ 0 ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, 0 ആയിരിക്കും. ഓക്കെ, ഏതൊരു മെട്രിക്സിൻ്റെ കൂടെയും അതിൻ്റെ ഇൻവേഴ്സ് ആയ നെഗറ്റീവ് മെട്രിക്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ എ കിട്ടും. അഞ്ചാമത്തതാണ് സ്കാലാർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ എന്ന ഒരു സ്കാലാർ കൊണ്ട് രണ്ട് മെട്രിക്സിനോട് എന്ത് മൾട്ടിപ്പിൾ ചെയ്താൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഓരോന്നാക്കി എടുത്ത് എഴുതാം. 2 പാർട്ടാക്കി എടുത്ത് കെ എ പ്ലസ് കെ ബി. ഓക്കെ, ആറാമത്തതാണ് എ പ്ലസ് എൽ. അതിനെ എ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് എ പ്ലസ് എന്നതിന് എ പ്ലസ് എന്ന എൽ എന്ന സ്കാലാറിനെ എ എന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അതിന് നമുക്ക് എങ്ങനെ എടുത്ത് എഴുതാം, എ പ്ലസ് എൽ എ എന്നും എടുത്ത് എഴുതാം. ഹിയർ കെ എൽ എനി സ്കാലാറാണ്. ഇവിടെ കെ എന്താണ്, കെ ഈസ് എനി സ്കാലാർ. ഇവിടെ കെ ഈസ് എനി സ്കാലാറും ഇവിടെ കെ പ്ലസ് എൽ ഏതെങ്കിലും ഒരു സ്കാലാറുമാകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഓപ്പറേഷനാണ് മാട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കി നമുക്ക് 2-3 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 2-3 പ്രോബ്ലംസിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം ലെറ്റ് എ ഈക്വൽ ടു എ എന്ന മാട്രിക്സ് ആണ് 2 4 3 2. ഓക്കെ, ബി ഈക്വൽ ടു 1 3 minus 2 5. Yeah. C is equal to minus 2 5 3 4. ഇതാണ് 3 മാട്രിക്സ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് a plus b and a minus b, then 3a minus c. ഈ 3 എണ്ണവും നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ എന്ത് ചെയ്യണം, കാണണം. എ പ്ലസ് ബി എങ്ങനെ കാണാം, എ പ്ലസ് ബി. 2 മെട്രിക്സ് എ എന്ന മെട്രിക്സ് എടുത്ത് എഴുതുക. 2 4 3 2. ബി എടുത്ത് എഴുതി 1 3 minus 2 5. അപ്പോൾ എ പ്ലസ് ബി, അതായത് ഇൻഡിവിജ്വൽ എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യലല്ലേ എ പ്ലസ് ബിയിൽ. ഓക്കെ, 2 plus 1 3 4 plus 3 7 3 plus minus 2 okay 1 2 plus 5 7. ഇതാണ് എ പ്ലസ് ബി. ഈ എ മൈനസ് ബി നമുക്ക് നോക്കാം. എ മൈനസ് ബി നമ്മൾ എ എടുത്ത് എഴുതണം. 2 4 3 2 minus 1 3 minus 2 5. ഇതാണ് എ മൈനസ് ബി. എ എന്ന മാട്രിക്സ് ഇതാണ്, ബി എന്ന മാട്രിക്സ് ഇതാണ്. ഇതന്നെ എന്താണ് കറസ്പോണ്ടിങ് ആയ എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് എഴുതണം. 2-ൽ നിന്ന് 1 കുറച്ചാൽ 1, 4-ൽ നിന്ന് 3 കുറച്ചാൽ 1, 3-ൽ നിന്ന് -2 കുറച്ചാൽ എങ്ങനെ 3 minus -2 അപ്പം എന്താ 5 ആകും. നോക്കൂ, 3 minus -2 5. രണ്ടും കൂടി പ്ലസ് ആവും. പിന്നെ 2 plus 5 7. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കൂ. 3a minus c. അതായത് നമ്മൾ ആദ്യം 3a minus c. ആദ്യം നമ്മൾ എനെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തതിന് ശേഷം c കൊണ്ട് എന്ത് ചെയ്യുക, കുറക്കുക. സീനെ കുറക്കുക അതിൽ നിന്ന്. അപ്പോൾ നമുക്ക് 3a
3 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു ഏതാ 2 4 3 2 ഇതാണ് ഈ 3നെ ഈ മാട്രിക്സിലെ ഓരോ എലമെൻസിനെ കൊണ്ട് എന്ത് ചെയ്യുക മൾട്ടിപ്പിൾ ചെയ്യുക. എങ്ങനെ നോക്കാം 3 ഇൻറ്റു 2 6 3 ഇൻറ്റു 4 12 3 ഇൻറ്റു 3 9 3 ഇൻറ്റു 2 6 ഇതാണ് 3a. നമ്മളെന്താ പറഞ്ഞിട്ടുണ്ട് 3a മൈനസ് സി എന്ന് പറഞ്ഞിരിക്കുന്നത് 3a മൈനസ് സി. അപ്പോൾ 3a മൈനസ് സി എങ്ങനെ നമുക്ക് എഴുതാം 3 നമുക്ക് കിട്ടിയിട്ടുണ്ട് 6 12 9 6 ഇതാണ് 3a മൈനസ് സി. സി ഏതാ മൈനസ് 2 5 3 4. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക ആൻസർ എന്താ വരിക 6 നിന്ന് -2 കുറച്ചാൽ 6 മൈനസ് -2 ഒക്കെ 8 വരും. 12 നിന്ന് 5 കുറച്ചാലോ 7 12 നിന്ന് 5 കുറച്ചാൽ 7 വരും. 9 നിന്ന് 3 കുറച്ചാൽ എന്ത് വരിക 6 6 നിന്ന് 4 കുറച്ചാലോ 2. ഇതാണ് 3a മൈനസ് സി എന്ന് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് കരുതുന്നു. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇഫ് s equal to 1 2 3 2 3 1 and b is equal to 3 minus 1 3 minus 1 0 2. Find 2a minus b. 2a minus b ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഞാൻ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ 2a നമുക്ക് എങ്ങനെ കാണാം -1 2 3 2 3 1. ഇതിനെ എന്ത് ചെയ്യണം 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഓക്കെ നമുക്ക് എന്ത് കിട്ടും 2 ഇൻറ്റു -1 -2 2 ഇൻറ്റു 2 4 2 ഇൻറ്റു 3 6 പിന്നെ 2 ഇൻറ്റു 2 4 2 ഇൻറ്റു 3 6 2 ഇൻറ്റു 2 1. ഇതാണ് 2a. ഈ 2aയിൽ നിന്ന് b കുറക്കാം. b കുറച്ചാൽ നമ്മളോട് കാണാൻ പറഞ്ഞത് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ 2a മൈനസ് b 2a മൈനസ് b എങ്ങനെ കാണാം 2a എത്ര കിട്ടിയിരിക്കുന്നു നമുക്ക് -2 4 6 4 6 2 മൈനസ് b എത്രയാണ് 3 -1 3 -1 0 2. നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാൻ പറയുമ്പോൾ കറസ്പോണ്ടിങ് എലമെൻസിൽ നിന്ന് കുറക്കുക എന്നാണ്. അപ്പോൾ -2 -3 ഇപ്പോൾ ആൻസർ എന്താ വരിക -2ൽ നിന്ന് -3 കുറച്ചാൽ -5 4ൽ നിന്ന് -1 കുറച്ചാൽ അതെങ്ങനെ 4 -1 ഒക്കെ ദാറ്റ് ഇസ് 5 6ൽ നിന്ന് 3 കുറച്ചാൽ 3 4ൽ നിന്ന് 4 -5 5 6ൽ നിന്ന് 0 കുറച്ചാൽ 6 2ൽ നിന്ന് 2 കുറച്ചാൽ 0. ഇതാണ് 2a മൈനസ് b. ഈ ക്വസ്റ്റ്യനിലെ 2a മൈനസ് b ആണ് ഇത്. നമുക്കിനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്, അതെല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് find x if y is equal to 3 2 1 4 and 2x plus y is equal to 1 0 -3 2. ഇതാണ്. ഇതിൽ നിന്ന് നമ്മോട് എന്താ പറഞ്ഞിരിക്കുന്നത് എക്സ് കാണാനാണ്. ഫൈൻഡ് എക്സ്.
അപ്പോൾ നമുക്കിവിടെ y തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ഇത് നമുക്ക് y-ന് വാല്യൂ കൊടുക്കാം. അപ്പോൾ 2x പ്ലസ് y-ന് ഏതാ, y ഇതാണ് 3 2 1 4 ഈക്വൽ ടു എത്രയാണ് ഇക്വേഷൻ എന്താ പറയുന്നത് 1 0 -3 2 ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ x ആണ് കാണാനുള്ളത്. അപ്പോൾ 2x എക്സിനെ ഇവിടെ നിർത്തിയിട്ട് ഈക്വൽ ടു ഈ y-നെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താ വരിക 1 0 -3 2 ഈ പ്ലസ് y-നെ അങ്ങോട്ട് കൊണ്ടുപോകും -3 2 1 4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ 1 -3 -2 0 എന്ന് 2 മൈനസ് ചെയ്താൽ -2 -3 1 കുറച്ചാൽ -3 1 കുറച്ചാൽ എത്ര വരിക -3 -1 -4. 2ൽ നിന്നും -2 കുറച്ചാൽ 2 -4 -2. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. നമ്മോട് എന്താ പറയുന്നത് എക്സ് കാണാനാണ് പറഞ്ഞത്. ഇപ്പോൾ 2x ആണെങ്കിൽ അപ്പോൾ എക്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ 2നെ ഈ എല്ലാ ടേമിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെയുള്ള എല്ലാ ടേമിനെയും ഇവിടെയുള്ള എല്ലാ എലമെൻറ്റിനെയും 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എക്സ് കിട്ടും. അപ്പോൾ -2 നമുക്ക് -2 ഡിവൈഡഡ് ബൈ 2 -2 ഡിവൈഡഡ് ബൈ 2 -4 ഡിവൈഡഡ് ബൈ 2 -2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് ആൻസർ എന്താ വരിക -1 -1 -2 -1. ഇതാണ് എക്സിൻ്റെ വാല്യൂ. നമ്മോട് എന്താ പറയുന്നത് ഫൈൻഡ് എക്സ് എന്നാണ്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ കണ്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. നിങ്ങൾക്ക് വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചേർക്കാവുന്നതാണ്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.